നേരാലി എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ടാക്സികൾ അവൈലബിൾ ആണ്. ഇവര് വിളിച്ചിട്ടുണ്ട് 2-3 ദിവസമായിട്ട് നല്ല ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗർജത്തിലേക്കുള്ള ട്രെയിനാണ്. മാത്തേരാൻ പോകുമ്പോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ മഹാരാഷ്ട്രയിലെ ബസ്സൊക്കെ MH04 ഏതാ ബസ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വെജ് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ തൽക്കാലം കുറച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടം വാട്ടർഫോൾ. എത്ര ടൈം? 1 किलोमीटर तो चलना पड़ेगा क्योंकि पूरा घाट जाम है. നമ്മളൊരു ഷെയർ ടാക്സി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കിഡിലെന്ന് പറഞ്ഞ കിഡിലോസ്കി കേട്ടോ. അതേപോലെ തന്നെ കോടയും വഴിയൊന്നും കാണാനില്ല, താഴത്തേക്കൊന്നും കാണാൻ തന്നെ ഇല്ല. അങ്ങനെ നമ്മള് താനെത്തിണ്ട് കേട്ടോ. താനെ ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. അടാറൂർ സ്റ്റേഷൻ കേട്ടോ. ഒരു രക്ഷയില്ല. 10-12 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത്, നമ്മൾ ഇറങ്ങിയത് 10-ലാണ്. നമുക്ക് എത്തേണ്ടത് ഇനി 12ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. 12 അല്ല, സോറി, 1 പ്ലാറ്റ്ഫോം, 1ാമത്തെ. ഇവിടെ മഹാരാഷ്ട്രയിലെ ബസ്സൊക്കെ MH04 ഏതാ ബസ്. പറക്കും തളിക ബസ് കണ്ടോ, പറക്കും തളിക. താനയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് ആ അറ്റത്തെ ഏറ്റവും 12ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇനി നമ്മൾ പോകേണ്ടത് പ്ലാറ്റ്ഫോം 1ആണ്. അത് ചെറുതാട്ടോ, അത് ഈ സൈഡിലാണ്. ഈ ഗർജത്തിലേക്കുള്ള ട്രെയിനാണ്. മാത്തേരാൻ പോകുമ്പോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഗർജത്ത്. ഒന്നുകൂടെ ഓർത്ത് വെച്ചോ. താനയിൽ വന്നിട്ട് മാറി കയറണം ഗർജത്ത് ട്രെയിൻ. അപ്പൊ നമ്മളെ ട്രെയിൻ ഇപ്പൊ എത്തും. കുറച്ച് ലേറ്റാണ്. വേറെ ഏതോ ഒരു ട്രെയിൻ വരാനുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങളങ്ങനെ താനയിൽ നിന്നും ട്രെയിൻ കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ ഒടുവിൽ നേരാലെത്തിയിരിക്കുന്നതാണ്. ഇനി ഇവിടെ നേരെ ഷെയർ ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ ടു മാത്തേരാൻ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് നേരാലെത്തി. ഇവിടെ ചെറിയൊരു ടോയ് ട്രെയിൻ സംഭവം ഉണ്ട്. ബാക്കിലാണ് കണ്ടോ. ഫുള്ള് കച്ചവടക്കാര്, ഫ്രൂട്ട്സ് ആയിട്ടും ഒരുപാട്. നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. എടാ റോഷാ, ഇതാ ഹോട്ടൽ. ഇന്ത്യൻ ചൈനീസ് പഞ്ചാബി ഹോട്ടൽ. ഇവിടെ കയറണ കണ്ടിട്ട് വലിയ ഗുമ്മൊന്നുമില്ല. വേണ്ട, ആട്ട് പോകുന്നതോറും അതിനെ ആവും. കാരണം നടക്കാറുള്ളതുകൊണ്ട് നമുക്ക് പണി വരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയേക്കണം. എനിക്കൊന്ന് ഷെയർ ടാക്സി കിട്ടണമെങ്കിൽ അപ്പുറത്തേക്ക് പോകണം. അല്ലേ? ഈ കുട്ടീനെ കണ്ടാ മലയാളീസ് പറഞ്ഞല്ലോ. മലയാളീസ് ഫ്രൂട്ട്സ് ഇതൊക്കെ പൊരിക്കടിന് കേട്ടാ. പൊരിക്കടിന് ഏരിയ ഫുൾ പൊരിക്കടി. നേരാൽ ജംഗ്ഷൻ. ആഹാ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വെജ് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ തൽക്കാലം കുറച്ചിത് കഴിച്ചിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നോക്കണം ബാക്കി കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ടാക്സി പിടിക്കണം കേട്ടോ. ടാക്സി ऊपर ट्रैफिक है. सुबह से गाड़ी ऊपर पहुंच नहीं रही. जहाँ पे जो स्पॉट है कस्तूरी, वहाँ तक चल के जाना पड़ता है. जहाँ पे ट्रैफिक रहेगी वहाँ से चल के जाना पड़ेगा. कितना टाइम? 1 किलोमीटर तो चलना पड़ेगा क्योंकि पूरा घाट जाम है. 3 दिन वीकेंड आया है, उसकी वजह से गाड़ियाँ ऊपर जा नहीं रही. उन्होंने आड़ी दड़ी पार्किंग करके रखी है रोड पे. जो रास्ता है जहाँ पे ट्रैफिक रहेगा वहाँ पे करना पड़ेगा. ट्रैक
വേറെ വണ്ടി കേട്ടോ ഓൺലി 100 rupees per head. हाँ आपका 200 होगा. 200. നമ്മളൊരു ഷെയർ ടാക്സി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവര് പറയുന്നത് അവിടെ പിന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരാൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. നേരാല് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ടാക്സികൾ അവൈലബിൾ ആണ്. ഇവര് വിളിച്ചിട്ടുണ്ട് 2-3 ദിവസമായിട്ട് നല്ല ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണ് അവസ്ഥ നോക്കാലോ. കുറച്ച് ലേറ്റ് ആണ് ഞങ്ങൾ. ഇവിടെ ഇത് ക്യാമറ ക്ലിയർ ഇല്ലാത്തല്ലട്ടാ. ഇവിടെ വണ്ടിന്റെ ഗ്ലാസിന്റെ ഒരു മോഡലാണ്. ഇവന്മാര് വണ്ടി കഴുകുന്നില്ല തോന്നുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ പിന്നെ നമ്മളത് സെയിം സമാനം. നമ്മളങ്ങനെ മാതേരാൻ ചുരത്തിലേക്ക് കയറിട്ടാ. റൈറ്റ് സൈഡിൽ കാണുന്നത് ഡീപ്പായിട്ടുള്ള കുഴികളാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മാതേരാൻ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നിരിക്കുന്നു. കിട്ടില്ല വ്യൂ ആയിട്ട് ഒരു രക്ഷയില്ല. അങ്ങ് ദൂരെ ഒരു ഡാം പോലുള്ള സംഗതിയൊക്കെ കാണാനുണ്ട്. കോട ഇറങ്ങിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. കിടിലെന്ന് പറഞ്ഞ കിടിലോസ്ക്ക് കയറ്റാട്ടോ. അതേപോലെ തന്നെ കോടയും വഴിയൊന്നും കാണാനില്ല. താഴത്തേക്കൊന്നും കാണാനില്ല. ഒരു ചെറിയ വെള്ളച്ചാട്ടം, വാട്ടർഫോൾ. ओके.